ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 28 മുതലുള്ള തിരുവചന ഭാഗം. ഇന്ന് ഓശാന ഞായറാഴ്ച. വലിയ ആഴ്ചയിലേക്ക് വിശ്വാസ സമൂഹം കടക്കുന്ന ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട അതിപ്രധാനമായ സുദിനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. 42 ദിവസങ്ങളായി ഉപവാസത്തിലും പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തനങ്ങളിലുമൂടെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ വീഥിയിലൂടെ മുന്നേറിയ ക്രൈസ്തവ ജനത യേശുനാഥൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും പൂജ്യസ്മരണകളിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ നാളുകൾ. ഇന്ന് തൻ്റെ മരണത്തിന് മുന്നോടിയായി യേശുനാഥൻ ജെറുസലേം തെരുവീഥിയിലൂടെ നടത്തുന്ന നയപ്രഖ്യാപന റാലിയുടെ റോഡ് ഷോയുടെ ചിത്രമാണ് നമ്മളിന്ന് കാണുന്നത്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡ് ഷോകളൊക്കെ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുനാഥൻ്റെ ഒരു രാജകീയമായ കടന്നുവരവ് ഏറെ ധന്യമായ ഒരു ഓർമ്മയായി ക്രൈസ്തവ ജനത ഇന്ന് ഏറ്റെടുക്കുന്നു. കഴുതപ്പുറത്ത് അവൻ എഴുന്നള്ളിയപ്പോൾ അത് സമാധാനത്തിൻ്റെ യാത്രയുടെ പ്രതീകമായിട്ടാണല്ലോ പഴയ നിയമ ജനത കണ്ടിരുന്നത്. കുതിരപ്പുറത്ത് രാജാവ് എഴുന്നള്ളുന്നത് യുദ്ധത്തിനാണ്. കഴുതപ്പുറത്ത് അവൻ എഴുന്നള്ളുന്നത് സമാധാന പ്രഖ്യാപനത്തിനുമായിട്ടാണ് ജനതകൾ കണ്ടിരുന്നത്. ഇവിടെ ഇതാ കഴുതയുടെ പുറത്ത്, അതും വാടകയ്ക്കെടുത്ത കഴുതയുടെ പുറത്ത് അവൻ എഴുന്നള്ളുകയും ശിഷ്യന്മാർ അവരുടെ വസ്ത്രങ്ങൾ കഴുതയുടെ പുറത്തും അവൻ കടന്നുപോയ രാജവീഥിയിൽ അങ്ങോളം ഇങ്ങോളം വരുത്തിയിട്ടു. സൈത്തിൻ്റെയും ഒലിവിൻ്റെയും ചില്ലകൾ അവൻ്റെ പാതയോരത്ത് അവന് വേണ്ടി നിരത്തിയിട്ടു. സമാധാന രാജനായ അവൻ മുന്നോട്ട് പോയപ്പോൾ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ പുനർജനനം ആഗ്രഹിച്ച ജനത അവരൊന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഹോസാന ദാവീദിന്റെ പുത്രന് ഹോസാന. ദാവീദിന്റെ വംശമുറയിൽ ഇസ്രായേലിന് പുതിയൊരു രക്ഷകൻ, രാജാവ് പൂജാതനായ ആ ദിവസം മുതൽ ഈ ജനത ഈ എഴുന്നള്ളിപ്പിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹോസാന എന്ന വാക്കിന് ജൈവിളികൾക്കപ്പുറമുള്ള അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ റോമിൻ്റെ ഭീകരമായ ഭരണ ആധിപത്യത്തിൽ നിന്ന് തങ്ങൾക്ക് മോചനം വേണമെന്ന് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആഗ്രഹം ജനം പ്രകടിപ്പിക്കുമ്പോൾ ഇന്ന് കാലങ്ങൾക്ക് ശേഷം ആ തീർത്ഥയാത്രയെ, ആ രാജകീയ വരവേൽപ്പിനെ നാം കാണുന്നത് പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നും പാപലോകത്ത് നിന്ന് അങ്ങയോടൊത്ത് നടക്കുക, ഞങ്ങൾക്ക് ശക്തി പകരണമേ എന്നുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമായിട്ട്. പ്രിയപ്പെട്ടവരെ, രാജകീയ പ്രൗഢിയിൽ അവൻ കടന്നു പോകുമ്പോൾ വിനയാനുതനായി കഴുതപ്പുറത്ത് അവൻ എഴുന്നേറ്റു. ഇസ്രായേൽ ജനത സ്വപ്നം കണ്ട ഈ രാജകീയ വരവേൽപ്പിനെ നമുക്ക് അവൻ്റെ പീഡാസഹന വാരത്തിൻ്റെ തുടക്കമായി കരുതി ആദരവോടെ ഈ പുണ്യദിനങ്ങളിലേക്ക് പ്രവേശിക്കാം. സമാധാന രാജനായി വിനയാന്വിതനായി അവൻ കഴുതപ്പുറത്ത് എഴുന്നള്ളുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഈ വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സ്വയം ചെറുതാകലിൻ്റെയും ഒക്കെ പുണ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഈ ദിവസം നമുക്ക് ധന്യമായ ദിവസം
ദിവസം നമ്മുടെ ഓർമ്മയിൽ നനുത്ത ഓർമ്മകൾ പങ്കുവച്ച് കടന്നു. അവൻ രാജാതിരാജനായി എഴുന്നള്ളുന്നു. നമുക്കും പ്രതീക്ഷ ഏറെയുണ്ട്. അവൻ നിത്യരാജാവായിട്ട് കടന്നു വരുന്നു. വാനമേഘങ്ങളിൽ അവൻ എഴുന്നള്ളി വന്ന് ദുഷ്ടനെയും ശിഷ്ടനെയും വേർതിരിച്ച് ദുഷ്ടന് തീനരകവും ശിഷ്ടന് സ്വർഗഭാഗ്യവും പ്രദാനം ചെയ്യുന്ന ആ അനുഗ്രഹത്തിൻ്റെ വേളയുടെ ഒരു മുന്നാസ്വാദനം കൂടെ നമ്മളിവിടെ കാണുകയാണ്. ജെറുസലേം നഗരം ഇളകി വശായപ്പോൾ ഫരിസേയരും നിയമജ്ഞരും അസ്വസ്ഥരാകുകയും ഭയപ്പെടുകയും ചെയ്ത നിമിഷത്തിൽ അവര് ഒന്നടങ്കം ഈശോയോട് പറഞ്ഞു, ഈ ജനത കാട്ടിക്കൂട്ടുന്ന വിഭ്രാന്തികൾ നീ കാണുന്നില്ല, അതുകൊണ്ട് അവരോട് നിശബ്ദനായിരിക്കാൻ പറയും. ഈശോയുടെ ഉത്തരം നമുക്കറിയാം. ഇവർ നിശബ്ദരായിരുന്നാൽ കല്ലുകൾ ആർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹ സാന്നിധ്യമായി മാറുമ്പോൾ അവനെ പ്രഘോഷിക്കുന്ന ദൗത്യത്തിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോയിക്കൂടായ ഈ അവസാന ഞായറാഴ്ച അവന് ചുറ്റും കൂടിയ ജനത ആർത്തു വിളിച്ച അതേ വിമോചനത്തിന് വേണ്ടി, പാപലോകത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയുള്ള നല്ല പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ഒപ്പം ഒരു കാര്യം കൂടി ഓർക്കണേ പ്രിയപ്പെട്ടവരെ, ഈ അവസാന ഞായറാഴ്ച അവരെ എതിരേറ്റ ജനതയാണ് ഏറെ വൈകാതെ 4-5 ദിവസങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക എന്ന് ഉറക്കമിടിച്ചുകൊണ്ട് ജെറുസലേമിൻ്റെ തെരുവേദികളിൽ വരുന്നത്. അതിന് അവരെ പ്രേരിപ്പിച്ചത് യഹൂദ ഫരിസേയ ഭരണ നേതൃത്വത്തിൻ്റെ കുൽസിത ശ്രമങ്ങളായിരുന്നു. പീഡനത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ സാഹചര്യങ്ങൾ ഉയർത്തി കാണിച്ച് ജനതയെ വല്ലാണ്ട് പ്രകോപിപ്പിച്ച് അവനെതിരെ അലമുറകൾ ഉയർത്തി, കൊലവിളി ഉയർത്തി ജനതയെ ഒരുക്കുന്ന യഹൂദ പരീക്ഷകൾ ഒരുപക്ഷെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു. സഭയുടെയും സമുദായത്തിൻ്റെയും ഒക്കെ നാശം കൊതിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇന്നും അവർക്കെതിരെയുള്ള സ്വരമുയർത്തിയുള്ള പ്രാർത്ഥനയുടെ സമയമാണ് ഇതെന്നുകൂടെ നമുക്ക് മറക്കാതിരിക്കാം. സമുദായത്തിൻ്റെ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്ന, കാലാകാലങ്ങളായി തുടർന്ന വിശുദ്ധ പാരമ്പര്യങ്ങൾക്ക് ഉപരിയായി ചില നിയമസംഹിതകൾ പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരെ പ്രാർത്ഥനയുടെ മന്ത്രങ്ങൾ കൊണ്ട്, ദൈവാനുഗ്രഹത്തിൻ്റെ വഴികൾ കൊണ്ട് നേരിടാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രാതികൂല്യങ്ങളും എതിർവിധികളും എതിർ സ്വരങ്ങളുമൊക്കെ നഷ്ടപ്പെടുന്ന ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ രാജ്യം ഒരുമയിൽ നിറവോടെ നൊമ്പരത്തോടെ ഈ ദിവസങ്ങളിൽ ദൈവജനം പ്രാർത്ഥിക്കുമ്പം ദൈവം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഏവർക്കും പ്രത്യാശയോടെ കാത്തിരിക്കാം. ഈ പുണ്യദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജെറുസലേം നഗരിയിലൂടെ കടന്നുപോയ ആ ദിവ്യനാഥൻ എനിക്കും നിങ്ങൾക്കും ആത്മീയ ഉണർവ് നൽകുന്ന, എനിക്കും നിങ്ങൾക്കും പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന കൃപയുടെ സാന്നിധ്യമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. വരും നാളുകളെ ഏറ്റവും പ്രാർത്ഥനയോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഉദ്ധിതനായ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഈ ഓശാന ഞായറിൻ്റെ പുണ്യത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.